വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. യേശുവിൻ സ്നേഹിതർ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ മരിയ കൊരിയത്തിയുടെ ജീവിത കഥ. 4 അടി പൊക്കമേ ഉള്ളൂ മരിയ കൊരിയത്തിക്ക്. 4 അടി പൊക്കം പോലും ഇല്ല. മരിയ കൊരിയത്തിയുടെ മൃതശരീരം അഴുകിപ്പോയിട്ടില്ല. ഇത്രയും കൊല്ലങ്ങളായിട്ടും അത് ജീവനോടെ തന്നെ എന്നപ്പോൾ തോന്നും നമുക്ക്. മരിയ കൊരിയത്തിയുടെ മൃതശരീരം വെച്ചിരിക്കുന്നത് സിംതേരിലല്ല, ഒരു ബസിലിക്കായുടെ അത്താരയിലാണ്. ആ മൃതദേഹത്തിന് മുമ്പിൽ മുട്ടുകൊത്തി നിന്നപ്പോഴൊക്കെ ഞാൻ മണിക്കൂറുകളോളം നിന്ന് കരഞ്ഞുപോയി. എന്താണ് കരഞ്ഞതിൻ്റെ കാര്യം എനിക്ക് എപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല, എങ്കിൽ ഏകദേശം ഒരു പിടി കിട്ടി. ആ മൃതദേഹത്തിന് പോലുമുണ്ട് ഒരു വലിയ പരിശുദ്ധി. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യുകയാണ്. 12ാമത്തെ ബർത്ത്ഡേ ആയിട്ടുണ്ടായിരുന്നില്ല ഈ കൊച്ചിന്. അവളുടെ വീടിൻ്റെ ഏറ്റവും അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന അലക്സാണ്ടർ വാസ്തവത്തിൽ ഒരു വീട് തന്നെയായിരുന്നു, അതിൻ്റെ 2 വശങ്ങളായിരുന്നു. 2 കുടുംബങ്ങൾ ഒരു മേൽക്കൂരയുടെ കീഴിൽ താമസിക്കുന്ന സിസ്റ്റമായിരുന്നു ആ വീട്. അവന് വയസ്സ് 18, ഈ കൊച്ചിന് 12 വയസ്സ്. അവൻ സ്വന്തം സഹോദരിയെ പോലെ സ്നേഹിച്ച് പരിപാലിച്ച് സഹായിക്കേണ്ട ഒരു പെൺകുട്ടി. പക്ഷെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയാണ്, ലൈംഗിക വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിക്കുന്നവരെ അത് അടങ്ങുകയില്ല. ഇവിടെ ലൈംഗിക വികാരത്തെ തീയോടും ലൈംഗിക വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയത്തെ ആളുന്ന തീയോട് ഉപമിച്ചിരിക്കുകയാണ്. തീ അതിൽ തന്നെ പ്രയോജനം ഉള്ളതാണ്, അത്യാവശ്യമുള്ളതുമാണ്. പക്ഷേ തീ ആളിയാലോ അത് മുഴുവനും കത്തിച്ചാമ്പലാക്കും. അതുപോലെ ലൈംഗിക വികാരം വളരെ നന്മപൂർണമായ ഒന്നാണ്, വംശവർദ്ധനവിന് അത്യാവശ്യവുമാണ്. പക്ഷെ അതിനെ ആളിക്കത്തിച്ചാൽ അതുമായി ബന്ധപ്പെട്ടവരെല്ലാം ചുട്ടത് ചാമ്പലാക്കി കളയും. അലക്സാണ്ടറിന് പറ്റിയത് അതാണ്. ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് അവന് ദൈവം ലൈംഗിക വികാരം നൽകിയിട്ടുണ്ട്. അതിനെ ക്രമമായി ചിട്ടപ്പെടുത്തി ശരിയാവണ്ണം വിവാഹ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതിന് പകരം അവനതിൽ അടിമയായി ആസക്തിക്ക് അടിമപ്പെട്ട് എന്ത് പറ്റി? സ്വന്തം പെങ്ങളുടെ സ്ഥാനത്ത് കാണേണ്ട കൊച്ചു പെൺകുട്ടിയെ ആസക്തിയോടെ നോക്കാൻ തുടങ്ങുന്നു. അത് പിന്നെ എവിടെ പോയി എത്തി? ആ കുഞ്ഞിനെ കുത്തിക്കൊല്ലാൻ കാരണമാക്കുക. 3 പ്രാവശ്യം കുത്തിയതായിട്ടാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെങ്കിലും 14 അല്ലെങ്കിൽ 18 പ്രാവശ്യം. 2 ചരിത്രകാരന്മാർ 2 റിപ്പോർട്ടായിരുന്നത്. മിനിമം 14 പ്രാവശ്യം കടാര കൊണ്ട് കുത്തിയിട്ടുണ്ട്. ആദ്യത്തെ കുത്തിന് അവൾ വീണു. അലക്സാണ്ടർ പറയുകയാണ്, മരിയ, ഒരു കുത്ത് കൊണ്ട് നീ മരിച്ചു പോവുകയില്ല. ഈ കടാര ഊരിയെടുത്ത് ഞാൻ തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാം. പക്ഷെ ഒരു ഓഫർ തരണം. ഇന്ന് ഓഫറിൻ്റെ കാലമാണല്ലോ. ഒരു ഓഫർ. എന്ത് ഓഫറാ? എൻ്റെ ഈ ഇഷ്ടത്തിന് നീ വഴങ്ങാം എന്നൊരു ഓഫർ. വെറുതെ ഒരു വാക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാൻ രക്ഷിച്ചോളാം. 12 വയസ്സ് മാത്രം പ്രായമുള്ള നിഷ്കളങ്കയായ പെൺകുട്ടിക്ക് ബോധ്യമുണ്ട്, ഒരു പാപം ചെയ്യാമെന്ന് പാഴ്വാക്ക് പറഞ്ഞാൽ പോലും വാക്ക്
പ്രവൃത്തിക്ക് തുല്യമാണ്. അതുകൊണ്ട് അവൾ ഒരു സിംഹിയെപ്പോലെ ഇപ്രകാരം പ്രതികരിച്ചു, ഞാൻ സമ്മതിക്കുകയില്ല, ഇത് പാപമാണ്. നമുക്കറിയാം, കാമം മൂത്താൽ ക്രോധമാകും. അവനിലെ കാമം കത്തിജ്വലിച്ചത് ക്രോധമായി മാറി. അവൻ ആ കടാര അരിശത്തോടെ വലിച്ചൂരിയെടുത്തിട്ട് ആ മുറിവിലേക്ക് ഇരട്ടി ശക്തിയോടെ കുത്തി അങ്ങോട്ട് കയറ്റി. ആ കടാരയുടെ കുത്തിൽ തകർന്നു പോയ പെൺകുട്ടി വാവിട്ട് കരയുന്നുണ്ടെങ്കിലും അലക്സാണ്ടർ പിന്നെയും പറയുകയാണ്, 2 കുത്തുകൊണ്ട് നീ ചത്തുപോകുകയില്ല, ഞാൻ നിന്നെ രക്ഷിക്കാം, നീ എനിക്കൊരു വാക്കുതാ. ആ സമയത്തും അവൾ കടാരയിൽ കിടന്ന് പൊളയുമ്പോഴും പറയുന്നതാണ്, ഇത് പാപമാണ് അലക്സാണ്ടർ, ഞാൻ വാക്ക് തരില്ല. അവൻ അരിശം പിന്നെയും കൂടി ഊരിയെടുത്തു, വീണ്ടും കുത്തി. അങ്ങനെ 18 പ്രാവശ്യം, ഓഫർ 17 പ്രാവശ്യവും കിട്ടുന്നുണ്ട്. ജീവിക്കാൻ കൊതിയുള്ള ആരാണെങ്കിലും പറഞ്ഞു പോകുകയല്ലേ. തൽക്കാലം അവൻ്റെ ഈ അപകടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും അഭിനയിച്ചെങ്കിലും പറയാൻ പാടുണ്ടായിരുന്നില്ലേ, അലക്സാണ്ടറെ വേണ്ടതുപോലെ ചെയ്യാം, തൽക്കാലം എന്നെ വിട്. പക്ഷേ താൻ ആരാണെന്ന് തിരിച്ചറിയാവുന്ന ആർക്കും അങ്ങനെ ഒരു കോംപ്രമൈസിന്, ഒരു നീക്കുപോക്കിന് സാധ്യമല്ല ഇക്കാര്യത്തിൽ. ആരാണ് ക്രിസ്ത്യാനി? ജ്ഞാനസ്നാനം വഴി ഒരു ക്രൈസ്തവന്റെ ശരീരം അക്ഷരാർത്ഥത്തിൽ ഈശോ മിശിഹായുടെ ശരീരമായി പരിവർത്തനപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് കൊരിന്ഥോസിലെ ജ്ഞാനസ്നാനമേറ്റ വിശ്വാസികളോട് അപ്പസ്തോലനായ പൗലോസ് ചോദിക്കുകയാണ്, 1 കൊരിന്ഥോസ് 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഇപ്പോൾ പകലാണെന്ന് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നതിൻ്റെ ധ്വനി നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ പകലാണെന്ന് ഏത് പൊട്ടനാ മനസ്സിലാകാത്തത്? ഇപ്പോൾ പകലാണെന്ന് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നത് അതേ ധ്വനിയിലാണ് പൗലോസ് ചോദിക്കുന്നത്, ക്രിസ്ത്യാനി, നിന്റെ ശരീരം യേശുക്രിസ്തുവിന്റെ അവയവമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? യേശുക്രിസ്തുവിന്റെ അവയവത്തിന് തുല്യമെന്നോ സമാനമെന്നോ അതുപോലെയെന്നോ അല്ല, യേശുക്രിസ്തുവിന്റെ അവയവം തന്നെയാണെന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ തിരിച്ചറിവ് ആ പെൺകുട്ടിക്കുണ്ട്. ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുത കൂദാശയാണ്. ആ കൂദാശയിൽ നടക്കുന്ന മഹാ അത്ഭുതം എന്താണ്? മാമൂസ മുങ്ങുന്നതിന് മുമ്പ് ജഡത്തിൽ ജനിച്ച ജഡമായൊരു വ്യക്തി മാമൂസ മുങ്ങുന്നതോടുകൂടി ദൈവത്തിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ ജനിച്ച ദൈവപുത്രനും ദൈവപുത്രിയുമായി തീരുന്നു. ആ വ്യക്തിയുടെ ശരീരം അപ്പോൾ മുതൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരമായി തീരുന്നു. ഈ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് 18 പ്രാവശ്യം കഠാരയാൽ കുത്തേറ്റ് പെടയുമ്പോഴും മരിയ പറയുന്നത്, ഇത് പാപമാണ്, ഞാൻ ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാനും തിരിച്ചറിയേണ്ട സത്യമാണ് നമ്മൾ ആരാണ് എന്ന കാര്യം. നമ്മൾ ആരാണെന്ന കാര്യം മറക്കുന്നത് കൊണ്ടാണ് ഈ മേഖലയിൽ വന്ന എല്ലാ വീഴ്ചകൾക്കും കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഇവിടെ രണ്ടല്ല, ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് ധ്യാനം കൂടാൻ വന്നു. അവൻ വെറും 10 ദിവസത്തെ ലീവിൽ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുക. 10 ദിവസമേ അവന് അവധിയുള്ളൂ. അല്ല, 5 ദിവസം ഇവിടെ തന്നെ ആയിരിക്കാനും തീരുമാനമെടുത്തു. അതിന് കാരണമുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് അവൻ അന്ന് ജോലിയില്ല, വിവാഹം കഴിച്ചിട്ടില്ല. അവനൊരു ധ്യാനം കൂടാൻ വന്നു. സാധാരണയുള്ള ധ്യാനം, ആന്തരിക സൗഖ്യ ധ്യാനം. അതിനുശേഷം അവന് അമേരിക്കയിൽ ജോലി കിട്ടി, അവൻ വിവാഹം കഴിച്ചു, അവനൊരു കുഞ്ഞുണ്ട്. പക്ഷെ അവൻ്റെ ഫാമിലി അവിടെ ഇല്ല. ജോലിയുടെ പ്രത്യേകത കൊണ്ട് അവൻ മാത്രം അവിടെ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ 10 ദിവസത്തെ അവധിയിൽ നിന്ന് 5 ദിവസം, അവിടെ നിന്ന് അമേരിക്കയിൽ ഇവിടെ എത്താൻ 2 ദിവസം വേണം, അവിടെ നിന്ന് ഇവിടെ എത്താൻ 2 ദിവസം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ 2 ദിവസം, പിന്നെ എങ്ങനെയാണ് 5 ദിവസത്തേക്ക് ഞാനിതിന് വേണ്ടി മാറ്റി വെച്ചവൻ പറയാം, ഒരു താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടിയാണ്. താങ്ക്സ് ഗിവിങ് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു, നമുക്ക് റിലാക്സേഷന് വേണ്ടി ഒരു വീക്കെൻഡിൽ ഒരു ടൂർ പോകാം. അങ്ങനെ നല്ല കാര്യമല്ലേ ടൂർ പോകുന്നത്. നല്ല സുഹൃത്തുക്കളുമായി പോയി.
തിരിച്ചു വരുന്ന സമയത്ത് വളരെ രാത്രി വൈകി ഒരു സ്ഥാപനത്തിന് മുമ്പ് കൊണ്ട് വണ്ടി നിർത്തി. എന്നിട്ട് ഇവരെല്ലാവരും കൂടി പറഞ്ഞു, എടാ വാ നമുക്കിന്ന് പുറത്തിറങ്ങാം, ഇത്ര നേരമായി നമ്മൾ യാത്ര ക്ഷീണിച്ചില്ല, പുറത്തിറങ്ങാം, ഒന്ന് റിലാക്സ് ചെയ്യാം. ഇവൻ ചോദിച്ചു, ഇതെന്തായി കെട്ടണം? അതൊക്കെ പിന്നെ പറയാം, നീ ഇറങ്ങി വാ. ഇവന് ധ്യാനം കൂടി പരിശുദ്ധാത്മാനം സ്വീകരിച്ചിരുന്നതുകൊണ്ട് ഇവന് ദൈവം അറിവ് കൊടുക്കുകയാണ്, ഈ സ്ഥലം ശരിയല്ല. ഇവൻ ചോദിച്ചു, അത് എന്ത് സ്ഥാപനമാണത്? അപ്പം അവർ പറഞ്ഞു, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അധികം സൗന്ദര്യമുള്ള ബ്ലൂ ഫിലിം അഭിനയിക്കുന്ന നടികൾ നടത്തുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഹൗസാണിത്, വേശ്യാലയമാണ്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്, ഇതുപോലത്തെ ആളുകളുമായി സംസർഗപ്പെടാൻ. അതുകൊണ്ട് നീ ഇറങ്ങി വാ. അവനോടനെ തന്നെ അവൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ച കൊന്ത എടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ വരികയില്ല. ഉടനെ കൂട്ടുകാരന്മാർ പറഞ്ഞു, ഞങ്ങളും ക്രിസ്ത്യാനികളാ, അതൊന്നും പ്രശ്നമാക്കണ്ട, നീ ഇറങ്ങി വാ. അവൻ ഇവിടെ പറയാണ്, 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ധ്യാനം കൂടിയ അവസരത്തിൽ മാമോദീസ വഴി എൻ്റെ ശരീരം യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരമാണെന്ന തിരിച്ചറിവ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവരെക്കാൾ മുമ്പേ ഞാൻ ചാടുമായിരുന്നു അതിനു വേണ്ടി. അവര് തിരിച്ചു വരാൻ 3 മണിക്കൂർ എടുത്തു. ആ സമയം മുഴുവനും ആ വണ്ടിയിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ദൈവത്തെ വാഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ബോധ്യമാണ് മനുഷ്യന്റെ പ്രവൃത്തിയെ നയിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്? 2 കണ്ണും നിലയ്ക്കുന്നുണ്ട്, 2 കാലും പ്രവർത്തിക്കുന്നു, 2 കൈയും പ്രവർത്തിക്കുന്നു, നിന്റെ ശരീരം കാണാൻ കൊള്ളാം, നിനക്ക് ഭംഗിയുണ്ട്. പക്ഷേ ഈ ശരീരം യേശുക്രിസ്തുവിന്റെ ശരീരമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? അതോ ഇത് താൽക്കാലികമായി ഉപയോഗിച്ച് പാപസുഖങ്ങളിൽ മുഴുകി ജീവൻ നശിപ്പിക്കാനല്ലേ നീ ശ്രമിച്ചിട്ടുള്ളത് ഇതുവരെ? കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ധ്യാനമില്ലാത്ത ദിവസമാണ് ചാപ്പൽ ഗേറ്റിനടുത്ത് ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ പോവുക, തിരക്കില്ലാത്ത ദിവസം. അപ്പോൾ ഞാനൊരു ആ റോഡിൻ്റെ അങ്ങേ വശത്തൂടെ സൈഡിൽ ഇറങ്ങി പോകുമ്പോൾ വളരെ പരിഭ്രമമുള്ള മുഖത്തോടെ 2 സ്ത്രീകൾ എതിരെ നടന്നു വരുന്നു. അവർ മറുവശത്തോടെ പോവുകയാണ്, ഓഫീസിലേക്ക് പോകാമെന്ന് എനിക്ക് മനസ്സിലായി. ഓഫീസിൽ വല്ല കാര്യം തിരക്കാൻ പോകുകയെന്ന് കരുതി ഞാൻ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോവുക. ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഗേറ്റിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യുന്ന ഇന്നോവ കാറിലെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരാൾ ഓടി വന്ന്, മഴയും ചെളിയൊക്കെയുള്ള സമയമായിരുന്നു, നിലത്ത് മുട്ടുതൂത്തു എന്ന് കരഞ്ഞു. എന്നിട്ട് അച്ഛാ, എൻ്റെ മകൾ ഈ കാറിലുണ്ട്, ഒന്ന് വന്ന് കാണാവോ, ഒന്ന് പ്രാർത്ഥിക്കാവോ, എൻ്റെ ഭാര്യയാണ് പോയത്, അച്ഛനെ തിരക്കി പോയത് അവർക്ക് മനസ്സിലാകാഞ്ഞത് കൊണ്ടാണ്. ചെന്നവിടെ എനിക്ക് ഷോക്കായിപ്പോയി. പോണ വഴിക്ക് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ മെഡിസിന് പഠിക്കുക അച്ഛാ, 2 മാസം കഴിയുമ്പോൾ ഡോക്ടറായി പുറത്തു വിടേണ്ട കൊച്ചാ. വളരെ ഫെയറായിരുന്നവളാണ്. ഇപ്പൊ ചെന്ന് കണ്ടാൽ കരിക്കട്ട എങ്ങനെ ഇരിക്കുവോ അതുപോലെ. അവിടെ കണ്ണെല്ലാം കുഴിഞ്ഞ് 2 കുഴി മാത്രമായി. മരിച്ചിട്ടില്ല. ആശ്രമ മെഡിസിനിൽ നിന്ന് മടക്കി കൊണ്ടുപോവുക, വീട്ടിലേക്ക് മരിക്കാൻ കൊണ്ടുപോവുക. അവൾ മെഡിസിൻ ചേർന്നപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ അവൾക്ക് ആരോഗ്യ സൗന്ദര്യമുള്ള ശരീരം ഇങ്ങനെ ആയിത്തീരുമെന്ന്? ഏതാനും നാളുകൾ കഴിയുമ്പോൾ എല്ലാവരും കൈവിട്ടു അവളെ. അവളുടെ ശരീരം കറുത്തിരണ്ട് ഒരു പേക്കോലമായി മാറി. അവൾ താമസിയാതെ മരിച്ചിട്ടുണ്ട്. സൗന്ദര്യവും ആരോഗ്യവും ഉള്ള സമയത്ത് നീ വിശുദ്ധി നേടിയില്ലെങ്കിൽ നീ അശുദ്ധിയിൽ മരിക്കേണ്ടി വരും. 1917 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയം വേദനയോടെ ജസീന്തയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. The sins that bring most souls to hell are the sins of the flesh. നരകത്തിൽ ചെന്നിട്ട് ഒരു കണക്കെടുത്താൽ പിടികിട്ടും. അവിടെ എത്തിയവരൊക്കെ എത്തിയത് പ്രധാനമായും ലൈംഗികമായ അശുദ്ധഭാവം മൂലമാണ്. വിശുദ്ധയുടെ ജീവിതം പഠിച്ചോ, അവരെല്ലാവരും ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ളവരായിരുന്നു. അതിനാൽ വിശുദ്ധനാകുക എന്നാൽ പറയുന്നതിന് ശുദ്ധത പാലിക്കുക എന്നർത്ഥമുണ്ട്. വിശുദ്ധനാവുക, ശുദ്ധത പാലിച്ച വ്യക്തി ബാക്കി എല്ലാ കൽപ്പനകളും പാലിക്കും. ശുദ്ധത ലംഘിക്കുന്ന വ്യക്തി വേറെ ഏത് കൽപ്പന പാലിച്ചാലും രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6-ാം പ്രമാണത്തിൽ എന്താണ്
ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. വായിക്കാം. ആത്മശരീര വിശുദ്ധി പാലിക്കണമെന്നും ലൈംഗിക ശക്തിയെ ദൈവേഷ്ടമനുസരിച്ച് മാത്രം ഉപയോഗിക്കണമെന്നുമാണ് തിരുസഭയുടെ മതബോധനമാണിത്. എല്ലാവരും ശരീരം കൊണ്ട് മാത്രം വിശുദ്ധരായാൽ പോരാ, മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ശുദ്ധരായിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെയാണ് സഭാപ്രബോധനം: ആത്മശരീര ശുദ്ധത പാലിക്കണം എല്ലാവരും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വിവാഹത്തിനെ സംബന്ധിച്ചുള്ള നിയമമാണ്. എന്താണ്? ലൈംഗിക ശക്തിയെ ദൈവേഷ്ടപ്രകാരം മാത്രം വിനിയോഗിക്കണം. 6-ാം പ്രമാണത്തിന്റെ രത്ന ചുരുക്കമാണത്. ആത്മാവും മനസ്സും അവികലമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിലോ ലൈംഗിക ശക്തിയെ ദൈവേഷ്ടപ്രകാരം മാത്രം വിനിയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇനി കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 2348 ഖണ്ഡികയാണ് വായിക്കാൻ പോകുന്നത്. അടുത്ത പാരഗ്രാഫ് വായിച്ചോളൂ. മാമോദിസ സ്വീകരിച്ച എല്ലാവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. മാമോദിസ സ്വീകരിച്ച എല്ലാവരും ശുദ്ധതയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മാമോദിസ മുങ്ങുക എന്ന് പറഞ്ഞ അർത്ഥം ശുദ്ധതയിൽ ജീവിക്കാനുള്ള തീരുമാനം അതിന്റെ പിന്നിലുണ്ട്. ശുദ്ധതയിൽ ജീവിക്കാൻ തീരുമാനമില്ലാത്തവരെ മാമോദിസം വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്: തൻ്റെ വൈകാരിക ജീവിതം നിർമ്മലമായി നയിച്ചു കൊള്ളാമെന്ന് ജ്ഞാനസ്നാന വേളയിൽ ക്രൈസ്തവൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പെൺകുട്ടികൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ കാമുകന് വാക്ക് കൊടുത്തു പോയി എന്ന്. തെറ്റായ ബന്ധത്തിൽ കഴിയാനുള്ള വാക്ക്. എന്ത് വാക്ക്? നീ പിറന്ന് വീണ് ഒരു ചോര കുഞ്ഞായി കിടക്കുമ്പോൾ നിന്റെ മാതാപിതാക്കളും ജ്ഞാനസ്ഥാന പിതാക്കളും നിനക്ക് വേണ്ടി ദൈവത്തോട് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണത്? ആത്മശരീര ശുദ്ധത പാലിച്ചു കൊള്ളാമെന്ന്. അതാണ് അടിസ്ഥാനപരമായ ആദ്യത്തെ വാഗ്ദാനം. ആ വാഗ്ദാനം നിലനിൽക്കെ നിനക്ക് രണ്ടാമതൊരു വാഗ്ദാനം ചെയ്യാൻ അവകാശമില്ല. ഒരു വിവാഹം നിലനിൽക്കെ വേറെ വിവാഹം കഴിക്കാൻ അവകാശം ഗവൺമെന്റ് പോലും അംഗീകരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തോട് ജ്ഞാനസ്നാന വേളയിൽ നിനക്ക് വേണ്ടി നിന്റെ ജ്ഞാനസ്നാന പിതാക്കളും നിന്റെ മാതാപിതാക്കളും ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് വാഗ്ദാനം? ആത്മശരീര ശുദ്ധത പാലിച്ചുകൊള്ളാൻ ജീവിതം മുഴുവൻ. അതുകൊണ്ടാണ് നീ മരിച്ചു കിടക്കുമ്പോൾ ശവസംസ്കാര സമയത്ത് പുരോഹിതൻ വന്ന് നിന്റെ ശരീരത്തിൽ ഒരു വെള്ള വസ്ത്രം വിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയും: മാമോദീസായിൽ നിനക്ക് ലഭിച്ച പ്രസാദപരം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അന്ത്യശ്വാസം വലിക്കുന്നവരെ നീ കാത്തു സൂക്ഷിച്ചു എന്നതിന്റെ പ്രതീകമായി ഈ വെള്ള അങ്കി അണിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള നിന്റെ യാത്ര ആരംഭിച്ചു കൊള്ളുക. അപ്പൊ നീ എന്ത് പറയും? ഞാൻ എന്ത് പറയും? മാമോദീസ മുങ്ങിയ ആ തീരെ കുഞ്ഞു പ്രായത്തിൽ നിന്റെ ആത്മാവിനെ ദൈവം പ്രസാദവരം കൊണ്ട് എത്രമാത്രം അണിയിച്ചിരുന്നോ, ആ പ്രസാദവരത്തിന്റെ ലെവൽ ഒരിക്കലും താഴെ പോകാതെ അത് എപ്പോഴും ഉയർന്നു നിന്ന അവസ്ഥയിൽ വേണം നീ മരിക്കാൻ. അല്ലെങ്കിൽ നിന്നെ ശവമടക്കാൻ പറ്റും, പള്ളിയിൽ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം ശ്രദ്ധിക്കാൻ പറയാൻ ഞാൻ കാരണമുണ്ട്. ഇവിടെ ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ശനിയാഴ്ച രാവിലെ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. ഇവിടെ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ധ്യാനം ആരംഭിക്കുക, സാധാരണ എല്ലാ ആഴ്ചയിലുള്ള ധ്യാനം. അപ്പോൾ അങ്ങനെ സമയം വൈകി വരുന്നവരെ പ്രവേശിപ്പിക്കാൻ എൻ്റെ അനുവാദം മേടിക്കണം. ഓഫീസിൽ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ അനുവാദം മാത്രം പോരാ, ഇവൻ്റെ കണ്ടീഷൻ വളരെ പ്രത്യേകതയുള്ളതാണ്, അച്ഛനും ശ്രദ്ധിക്കണം. ഞാൻ അവനെ മുറി കൊണ്ട് സംസാരിച്ചപ്പോൾ അവൻ്റെ ബാഗില്ല, അവൻ ഷാബിയായ വസ്ത്രം ധരിച്ചു വന്നിരിക്കുക. കണ്ടാൽ തന്നെ പേടി തോന്നും. ഞാൻ ഞെട്ടിപ്പോയി. കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ അവൻ കേരളത്തിലെ ഒരു വലിയ കോടീശ്വര ബിസിനസ്സുകാരൻ്റെ ഏക മകനാണ്. അവൻ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ ആണ്. മുമ്പൊരിക്കൽ ഇവിടുത്തെ അന്നത്തെ യൂത്ത് റിട്രീറ്റായ ഷാലോ മീറ്റിലേക്ക് എന്നെ എൻ്റെ സുഹൃത്ത് ക്ഷണിച്ചപ്പോൾ
ഞാൻ പരിഹാസപൂർവ്വം പറഞ്ഞു, നീ പോയി കൂടിക്കോ, എനിക്ക് എൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. അച്ചോ, എനിക്കിപ്പോൾ ആവശ്യം വന്നു. ഞാൻ ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോൾ ചിന്ത എനിക്ക് വന്നു, ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ലല്ലോ, ഒന്ന് പോയി നോക്കാം രക്ഷ കിട്ടുന്നെങ്കിൽ. അങ്ങനെ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞ് എന്നോട് കാര്യം പറഞ്ഞു. അപ്പം അവൻ്റെ വീട്ടിലേക്ക് ഉടനെ വിളിച്ചറിയിച്ചു. അവർ തപ്പി നടക്കം എന്നോട് പോയെന്നറിയാൻ മേലാതെ. പിന്നെ അവന് അത്യാവശ്യ വസ്ത്രങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് ഇവിടെ താമസിപ്പിച്ചു. ശനിയാഴ്ച അവൻ രാവിലെ വന്നു. ഞായറാഴ്ച ഏതാണ്ട് ഈ നേരം വരെയും അവൻ അസ്വസ്ഥനായി ആത്മഹത്യക്കുള്ള ഇടം ഇവിടെ പലയിടത്തും കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. ദൈവാനുഗ്രഹത്താൽ വിശുദ്ധിയെ പറ്റിയുള്ള ഈ ക്ലാസ്സിൽ അവൻ കയറിയിരുന്നു. ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ വന്ന് എന്നോട് കാര്യങ്ങൾ കൂടുതൽ വിവരിച്ച് പറഞ്ഞു. അവൻ പറഞ്ഞു, അവൻ അപ്പൻ കോടീശ്വര ബിസിനസ്സുകാരനായതുകൊണ്ടും 20 കൊല്ലങ്ങൾക്ക് ഒരു വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല. ആകെ ഉള്ളത് പ്രധാന സിറ്റികളിൽ ഇൻ്റർനെറ്റ് കഫേ മാത്രമേ ഉള്ളൂ. ബിസിനസ്സിന് വേണ്ടി ഇവൻ്റെ അപ്പൻ ഇൻ്റർനെറ്റ് വീട്ടിലേക്ക് കണക്ഷൻ എടുത്തു. നെറ്റിൻ്റെ ദോഷവശങ്ങളും അതിൻ്റെ സാധ്യതകളും അറിയാമായിരുന്ന ഈ ചെറുപ്പക്കാരൻ രാത്രി അപ്പനും അമ്മയും കടന്നു തുടങ്ങി കഴിയുമ്പോൾ നെറ്റ് ഓൺ ചെയ്ത് അശ്ലീല കാര്യം കാണാൻ തുടങ്ങി. അത് മദ്യം പോലെ തന്നെ തലയ്ക്ക് പിടിക്കും. അവൻ അതിൻ്റെ അഡിക്റ്റായി. രാത്രി മുഴുവൻ ഉറക്കമുളച്ച് കാണാൻ തുടങ്ങി, പിറ്റേ ദിവസം കാണാൻ തുടങ്ങി. അങ്ങനെ ഏതാനും ആഴ്ചകൾ രാത്രി മുഴുവൻ കാണാൻ തുടങ്ങിയപ്പോൾ തോന്നി, കോളേജിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്ത് നെറ്റ് കഫേ പോയിരുന്ന് പകൽ കണ്ടാലെന്താ. അങ്ങനെ 6 മാസം അശുദ്ധി കണ്ട് അവന് ഭ്രാന്തായി. അവൻ്റെ ഭ്രാന്ത് എങ്ങനെയാ വെളിപ്പെട്ടെന്നറിയാവോ? ഒരു ദിവസം നട്ടുച്ച നേരത്ത് അവൻ്റെ പെറ്റമ്മയെ ബലാത്സംഗം ചെയ്യാൻ അവൻ കയറി പിടിച്ചു. സുബോധം വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മയാണെന്ന്. അവിടെ ഒറ്റ ഓട്ടം ഓടി വെച്ചാകാൻ വേണ്ടി. ഇനി അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റിയല്ലോ, അവിടെ ചത്തേക്കാം. പോകുന്ന വഴിക്ക് അവിടെ കയറി വന്നത്. അവൻ പറയാ, വിശുദ്ധിയെ പറ്റിയുള്ള വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരത്ഭുതം സംഭവിച്ചോ എന്നിൽ. 6 മാസമായി ഉറങ്ങാനോ മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കാനോ പറ്റാത്ത വണ്ണം ഈ അശുദ്ധിയുടെ ഭ്രാന്തളകിയിരുന്ന എനിക്ക് സമാധാനമായി. എന്താണ് വിവരിച്ചത്? എങ്ങനെയാ? ഒരു കെട്ടിടത്ത് തീ പിടിച്ച് കത്തി തീരുമ്പോൾ ഫയർഫോഴ്സ് വന്ന് വെള്ളം ചീറ്റി ഒഴിച്ചാൽ എങ്ങനെ ആ അഗ്നി കെട്ടുപോകും, അതുപോലെ അവൻ പറയാണ്, ഓരോ വചനം ഈ ക്ലാസ് സമയത്ത് ഓരോ വചനവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈംഗികാസക്തിയുടെ തീ പിടിച്ച് കത്തി തീരാറായ എൻ്റെ മേലുണ്ടായിരുന്ന ആ തീ മുഴുവനും കെട്ടുപോയി. ഈശോയുടെ വാക്ക് നിവൃത്തിയായി നടത്താം. ഈശോ എന്താ പറയുന്നത്? യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഭാവിയിൽ സംഭവിക്കുന്നതല്ല, ശുദ്ധിയുള്ളവരാകും എന്നല്ല, ഓൾറെഡി ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്താ കാരണം? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം. അപ്പോൾ നിങ്ങളും ഞാനും ഈ വചനം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കും. വർഷങ്ങളായി നമ്മൾ കണ്ട മ്ലേച്ഛതകൾ, കേട്ട അശുദ്ധ കാര്യങ്ങൾ, മറ്റിന്ദ്രിയങ്ങൾ ലഭിച്ച് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന അശുദ്ധിയുടെ ആ വലിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യപ്പെടും. കർത്താവിൻ്റെ വചനത്തിന് അത്ര ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെടുത്ത് കണ്ണുകളടച്ച് പിടിച്ച് കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ വരുത്തുന്ന മാറ്റത്തെ ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ജന്മപാപം മൂലം ഞങ്ങളുടെ ജഡിക ആസക്തി അങ്ങ് നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അശുദ്ധഭാവം മൂലം ഞങ്ങൾ കുട്ടികൊള്ളുന്ന ജഡികാസക്തിയെ അങ്ങയുടെ വചനമയച്ച് നീക്കം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.